ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കടല കൊണ്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കടല കൊണ്ടുള്ള ന്യൂട്ടല്ലയാണ്. അതായത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഡിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് ന്യൂട്ടല്ല പോലുള്ള ചോക്ലേറ്റ് ഡിപ്പൊക്കെ വാങ്ങുന്നത് ഒരുപാട് പൈസ കൊടുത്തിട്ടാണല്ലേ. നമ്മുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു മണിക്കടല വെച്ചിട്ട് അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റ് ഇടാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഗിവ് അവേയുടെ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് കോയിൻ ആണ്. പിന്നെ മൊത്തം നമ്മൾ 22 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കമൻറ്റ് ഇടാനും മറക്കരുത്. നമുക്ക് എങ്ങനെയാണ് ഈ ഹോം മെയ്ഡ് ന്യൂട്ടല്ല ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ന്യൂട്ടല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കടല നമുക്ക് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കണം. കഴുകിയെടുക്കാൻ പാടില്ല, നനവുണ്ടാവാൻ പാടില്ല. അപ്പോൾ നല്ലതുപോലെ അതിൻ്റെ മുകളിലുള്ള അഴുക്കൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കടല നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ടാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനിലോ ഇരുമ്പിൻ്റെ ചട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പൊന്നും ഇല്ലാതെയാണ് വറുത്തെടുക്കുന്നത്. നമ്മൾ മുൻപ് കടല എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വറുക്കുന്നത് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്താലും മതി. ഉപ്പിട്ടിട്ട് വറുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഉപ്പൊക്കെ തുടച്ച് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ന്യൂട്ടല്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലപോലെ ആദ്യം ഒന്ന് ഈ കടല മുഴുവനായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. കടല നല്ലപോലെ ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വറുത്തതിൻ്റെ പാകം മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു നല്ല മണം വരും, വറുത്ത സ്മെല്ല് വരും. ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഒന്നെടുത്തിട്ടൊന്ന് കടിച്ചു നോക്കിയാൽ വെന്തിട്ടുണ്ടോ, അതിന് ഉൾഭാഗമൊക്കെ പൊടിഞ്ഞ് വരുന്നുണ്ടോ നോക്കിയിട്ട് അങ്ങനെ നമുക്ക് കടലയുടെ വറവ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കണം. നമ്മൾ ഉപ്പിലിട്ട് വറുക്കുന്ന അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാം ഒന്നും അങ്ങോട്ട് പൊട്ടി വരുമൊന്നുമില്ല, എന്നാലും അതിന് ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ കടല വറുക്കാൻ പഴയ പാൻ എടുക്കുകയാണ് നല്ലത് കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പഴയത് എടുക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ അതിൽ സ്ക്രാച്ച് വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കടല നല്ല പോലെ വറുത്ത് എടുത്തിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഈ ചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് അത് കരിഞ്ഞു പോവും. അപ്പോൾ വറുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. കണ്ടോ, ഇതിൽ ചിലതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്, ചിലത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ചെറിയ കടലാവുമല്ലോ, അത് ചെറുതായിട്ട് ഇങ്ങനെ വീർത്ത പോലെ ചെറുതായിട്ട് വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പോൾ കടല നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. നല്ല ചൂടുണ്ടാവും, കുറച്ച് സമയം തണുപ്പിക്കണം കേട്ടോ. തണുത്തതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പം കടല തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല പോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ഇതുപോലെ നടുവിലുള്ള ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുമ്പ് നമുക്കൊരു അബദ്ധം പറ്റിയതാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുത്ത് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കുന്നില്ല, കാരണം കടല എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഉമിയൊക്കെ പോയിട്ട് അത്ര ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കുന്നില്ല, കാരണം ഇതുപോലൊരു ഡിപ്പാവുമ്പോൾ കുട്ടിയോടത് എങ്ങനെയാണെങ്കിലും കഴിച്ചോളും. അതുകൊണ്ട് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് സെയിം ന്യൂട്ടല്ലയുടെ അതുപോലെ നല്ല തരിയൊന്നും ഇല്ലാതെ വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 വലിയ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എടുക്കുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് സെയിം ന്യൂട്ടല്ലയുടെ അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണും കൂടെ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ന്യൂട്ടല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം തരിച്ചെടുക്കാത്തതുകൊണ്ട് അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, കണ്ടോ, ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല, ന്യൂട്ടല്ല ഇഷ്ടപ്പെടുന്നവർക്ക്, ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ബ്രെഡിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഞാനിവിടെ അരക്കപ്പിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഓയിൽ എടുത്തുകൊണ്ടാണ് ഇത് ലൂസായിട്ടിരിക്കുന്നത് കേട്ടോ. അരക്കപ്പാണെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും. പിന്നെ പൈസ കൊടുത്ത് പുറത്തുനിന്ന് ന്യൂട്ടല്ല വാങ്ങണ്ട, ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ. പെർഫെക്റ്റ് റെസിപ്പിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്